ലോക പോലീസ് എന്നാണ് ഭാവം. ഗ്രീൻലാൻഡും പനാമയും ഗാസയും ഒക്കെ ലക്ഷ്യമിടുന്ന അമേരിക്കയ്ക്കും അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ട്രംപിനും എന്താണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ദുരിതം കാണാൻ കണ്ണില്ലേ? അവരുടെ നിലവിളി നിങ്ങൾ കേൾക്കുന്നില്ലേ? കാട്ടുതീ വിതച്ച പൊള്ളൽ മറക്കുന്നതിന് മുൻപ് തന്നെ പ്രളയം മുക്കിയ അമേരിക്ക ഇന്ന് അനുഭവിക്കുന്നത് ആരുടെയൊക്കെയോ ശാപമാണ്. ചെയ്തു കൂട്ടിയതിന് മുഴുവൻ നിങ്ങളോട് പ്രകൃതി കണക്ക് ചോദിക്കുന്നു. ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുന്ന അമേരിക്കൻ സാങ്കേതിക വിദ്യയ്ക്ക് എന്തുകൊണ്ടാണ് പ്രളയത്തെയും കാട്ടുതീയെയും നിയന്ത്രിക്കാൻ സാധിക്കാതെ പോകുന്നത്? സിലിക്കൺ വാലിയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വീമ്പ് പറഞ്ഞ ട്രംപെ, നിങ്ങൾക്ക് നാണമില്ലേ? ആയുധമുണ്ടാക്കുന്നതിൻ്റെ 1% മതിയല്ലോ ജനങ്ങളെ ഇത്തരം പ്രകൃതി ദുരന്തത്തിൽ നിന്നും കരകയറ്റാൻ. പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലേ? കഷ്ടം തന്നെ. എന്താണ് അമേരിക്കയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? എന്താണ് ട്രംപിനെ നാണം കെടുത്തുന്ന അമേരിക്കൻ വാർത്ത? അമേരിക്കയിലെ ദക്ഷിണ കാലിഫോർണിയയിൽ ലോസ് ആഞ്ചൽസ് കൗണ്ടിയുടെ പടിഞ്ഞാറൻ പ്രാന്തത്തിലെ പസഫിക് പാലിസേഡ്സ് ഈസ്റ്റേൺ പ്രദേശങ്ങളിലായി പൊട്ടിപ്പുറപ്പെട്ട കാട്ടുതീ അണഞ്ഞിട്ട് ദിവസങ്ങൾ കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ. ജനുവരി 7-നുണ്ടായ കാട്ടുതീ പെട്ടെന്നാണ് അമേരിക്കയെ വിഴുങ്ങിയത്. 23,713 ഏക്കറുകളിലേക്ക് വ്യാപിച്ച തീ പസഫിക് പാലിസേഡ്സ് മാലിബു പ്രദേശങ്ങളെ മുഴുവനും വിഴുങ്ങിയിരുന്നു. 24 അമേരിക്കൻ പൗരന്മാരെയാണ് ഈ കാട്ടുതീയിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത്. 15,000-ത്തിലധികം കെട്ടിടങ്ങളും തീയിൽ അമർന്നു. ഹോളിവുഡിലെ പ്രമുഖ നടീനടന്മാരുടെ വീടുകളും എല്ലാം കത്തി നശിച്ചു. ബില്ലി ക്രിസ്റ്റൽ, യൂജിൻ ലെവി, മാർക്ക് ഹാമിൽ, ജെയിംസ് വൂഡ്സ്, കാരി എൽവിസ്, മാൻസി മൂറിൻ്റെയും പാരീസ് ഹിൽട്ടന്റെയും വീടുകളാണ് നശിച്ചതൊക്കെ. ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ പടർന്നതിന് പിന്നാലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. 1.5 ലക്ഷത്തോളം പേർ ഭവനരഹിതരായി മാറി. അഗ്നിശമന സേനാംഗങ്ങൾ പരിശ്രമിച്ചിട്ടും പടർന്നു പിടിച്ച കാട്ടുതീ അമേരിക്കയെ വിഴുങ്ങാതെ മടങ്ങിപ്പോയില്ല. കാട്ടുതീ ഉണ്ടാക്കിയ പൊള്ളലിന്റെ വേദന ഉണങ്ങുന്നതിന് മുൻപേ തന്നെ വെള്ളത്തിലാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ പണി കിട്ടിയത്. കാട്ടുതീ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ജലത്തിന്റെ രൂപത്തിൽ കാലൻ അമേരിക്കയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് അമേരിക്കയെ വെല്ലുവിളിച്ച പ്രളയത്തെക്കുറിച്ചാണ്. ഇത്തവണ വില്ലൻ വെള്ളമാണ്. അമേരിക്കയിലെ തെക്ക് കിഴക്കൻ മേഖലയെ മുക്കാൻ ശേഷിക്ക് കനത്ത മഴയാണ് പെയ്തിറങ്ങിക്കൊണ്ടിരുന്നത്. കെൻഡക്കി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പെയ്ത മഴയിൽ പല റോഡുകളും വീടുകളും വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. കനത്ത വെള്ളപ്പൊക്കത്തിൽ 14 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് കെൻഡക്കിയിലെ ഗവർണർ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ അതിശക്തമായ തണുപ്പുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. വടക്കു കിഴക്കൻ മൊണ്ടാനയിലെ താപനില 0-ത്തേക്കാൾ 45 ഡിഗ്രി കുറയുമെന്നും കാറ്റിന്റെ തണുപ്പ് 60 ഡിഗ്രി വരെ താഴുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ 1000 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ദശാബ്ദത്തിനിടെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായൊരു സാഹചര്യമാണ് ഇപ്പോൾ അമേരിക്ക നേരിടുന്നത് എന്നാണ് അധികൃതർ പറയുന്നത്. വെള്ളത്തിൽ കാറുകൾ കുടുങ്ങിയത് മൂലമുണ്ടായ അപകടമാണ് മരണകാരണങ്ങളിൽ അധികവും. ആർട്ടിക് പ്രദേശത്തെ കാലാവസ്ഥാ ശക്തികൾ സംയോജിച്ച് സാധാരണയായി ഉത്തരധ്രുവത്തിനടുത്ത് തങ്ങി നിൽക്കുന്ന തണുത്ത വായുവിനെ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും തള്ളിവിടുന്ന പോളാർ വോർട്ടെക്സ് എന്ന പ്രതിഭാസം സംഭവിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, അലബാമയിലെ ഹെയിൽ കൗണ്ടിയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതായി ബർമിംഗ്ഹാമിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സ്ഥിരീകരിച്ചു. കൊടുങ്കാറ്റിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി ലൈനുകൾ മറഞ്ഞു വീണു. വൈദ്യുതി തടസ്സപ്പെട്ടതോടെ പ്രദേശം മുഴുവനും അന്ധകാരം വിഴുങ്ങുകയായിരുന്നു. ന്യൂയോർക്ക് തെക്ക് മുതൽ ജോർജിയ വരെയുള്ള കിഴക്കൻ കടൽ തീരത്തിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മിഷിഗണിലെ പല പ്രദേശങ്ങളിലും മഞ്ഞുവീഴ്ച റോഡ് യാത്ര ദുഷ്കരമാക്കി. മഞ്ഞുവീഴ്ച തുടങ്ങിയതിനു ശേഷം ഡീട്രോയിറ്റ് പ്രദേശത്ത് 114 അപകടങ്ങൾ ഉണ്ടായതായാണ് മിഷിഗൺ സ്റ്റേറ്റ് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കോളറാഡോ മുതൽ വാഷിംഗ്ടൺ വരെ വ്യാപിച്ചു കിടക്കുന്ന റോക്കി പർവ്വതനിരകളിലെ നിരവധി പ്രദേശങ്ങളിൽ ഹിമപാത മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. മിക്ക സ്ഥലങ്ങളും ഇരുട്ടിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം തന്നെ അടിയന്തരമായി ദുരന്ത പ്രഖ്യാപനവും ദുരിതബാധിത പ്രദേശങ്ങൾക്ക് ഫെഡറൽ ഫണ്ടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുവദിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസിയെ നിയമിക്കാൻ അദ്ദേഹം നിർദ്ദേശവും നൽകി. ടെന്നസിയിലെ ഒബിയോൺ കൗണ്ടിയിൽ കനത്ത മഴയെ തുടർന്ന് തടയണ തകർന്നതും വലിയ ഭീഷണിയാണ് പ്രദേശത്ത് ഉയർത്തിയത്. 300ഓളം പേർ താമസിക്കുന്ന ഇവിടെ ഒബിയോൺ കൗണ്ടി മേയറായ സ്റ്റീവ് കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. കാനഡയിലും കടുത്ത മഞ്ഞുവീഴ്ചകൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. 1 മാസത്തിലേറെയായി പെയ്യുന്ന മഴ അമേരിക്കയുടെ നാനാഭാഗങ്ങളിലെ ജനങ്ങളെ വലയ്ക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിലാണ് കെൻഡിക്കയുടെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലായത്. വെള്ളപ്പൊക്കം ആരംഭിച്ചതിനു ശേഷം കെൻഡിക്കി നാഷണൽ
ഗാർഡും കെൻഡക്കി സ്റ്റേറ്റ് പോലീസും ഉൾപ്പെടുന്ന അടിയന്തര സംഘങ്ങൾ 1000-ലധികം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതായും കെൻഡക്കി ഗവർണർ ആൻഡി ബഷീർ പറയുന്നു. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ഇനി മഞ്ഞുവീഴ്ച കൂടി ഉണ്ടായാൽ കാര്യങ്ങൾ അതീവ ഗുരുതരമാകുമെന്നതിൽ സംശയവുമില്ല. വരും ദിവസങ്ങളിലും സ്ഥിതി വഷളാകാൻ തന്നെയാണ് സാധ്യത. 16 വർഷത്തിനിടയിലെ ഏറ്റവും തണുപ്പുള്ള സമയമാണിതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കനത്ത മഴയ്ക്കൊപ്പം വരുന്ന തണുത്ത കാറ്റും ആളുകളെ പരിഭ്രാന്തരാക്കുകയാണ്. ഇത്രത്തോളം പുരോഗതി കൈവരിച്ച രാജ്യമായിരുന്നിട്ട് കൂടി പ്രകൃതിയുടെ വൃത്തികെട്ട മുഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നേയില്ല. അമേരിക്കയിൽ കാട്ടുതീ, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നതിന്റെ കാരണം പരിസ്ഥിതി, കാലാവസ്ഥ, മനുഷ്യ ഘടകങ്ങൾ എന്നിവയുടെ സംയോജനം തന്നെ. സാങ്കേതിക പുരോഗതിയിൽ ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്ക വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളെ തുടർന്നും നേരിടും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ ദുരന്തങ്ങൾ പാരിസ്ഥിതിക ദുർബലതയുടെ പ്രതിഫലനം മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനം, നഗരവികസനം, മനുഷ്യപ്രവർത്തനങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലും എടുത്തു കാണിക്കുന്നുണ്ട്. അമേരിക്ക എന്തുകൊണ്ടാണ് ഇത്തരം വെല്ലുവിളികൾ നേരിടുന്നതെന്നും അതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യം എല്ലായ്പ്പോഴും ഈ ദുരന്തങ്ങളെ തടയാത്തതെന്നും നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. കാട്ടുതീ, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ തരം തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾക്ക് US കൂടുതൽ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള താപനിലയിലെ വർധനവ്, കൂടുതൽ തീവ്രവും ഇടയ്ക്കിടെ ഉള്ളതുമായ കൊടുങ്കാറ്റുകൾ, വരൾച്ചകൾ, കാലാവസ്ഥാ രീതികളിലെ മാറ്റങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്നതിനാൽ കാലാവസ്ഥാ വ്യതിയാനം ഈ സംഭവങ്ങളിൽ പലതിലും ഒരു പ്രധാന ഘടകം തന്നെയാണ്. ആദ്യത്തേത് ഞാൻ കാട്ടുതീയെക്കുറിച്ച് പറയാം. സമീപ വർഷങ്ങളിൽ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ US ഉയർന്ന താപനില, നീണ്ടു നിൽക്കുന്ന വരൾച്ച, തീപിടുത്തത്തിന്റെ ഇന്ധനമായി വർത്തിക്കുന്ന സസ്യജാലങ്ങളുടെ വർധന എന്നിവ കാരണം കാട്ടുതീ കൂടുതൽ തീവ്രവും വ്യാപകവുമായിട്ട് നടക്കുന്നുണ്ട്. ചൂടുള്ള കാലാവസ്ഥ വരണ്ട കാലാവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇത് വനങ്ങളെയും പുൽമേടുകളെയും തീപിടുത്തത്തിലേക്ക് നയിക്കുന്നു. കാലിഫോർണിയ പോലുള്ള സംസ്ഥാനങ്ങളിൽ കാട്ടുതീ ആവർത്തിച്ചിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. പലപ്പോഴും സീസണൽ ഉഷ്ണതരംഗങ്ങളും വരണ്ട സാഹചര്യങ്ങളും ഇതിന് കാരണമാകാറുമുണ്ട്. രണ്ടാമത്തത് വെള്ളപ്പൊക്കമാണ്. ഒരു വശത്ത് കാട്ടുതീയാണെങ്കിൽ മറുവശത്ത് നിൽക്കുന്നത് മഴയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി വർദ്ധിച്ചു വരുന്ന മഴ കൂടുതൽ ഇടയ്ക്കിടെയുള്ളതും കഠിനവുമായ വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുന്നുണ്ട്. സമുദ്രനിരപ്പ് ഉയരുന്നതും കൂടുതൽ ശക്തമായ കൊടുങ്കാറ്റുകളും കൂടിച്ചേർന്ന് വെള്ളപ്പൊക്കം രൂക്ഷമാക്കി. പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലും സമതല പ്രദേശങ്ങളിലുമാണ് ഇത് ബാധിക്കുന്നത്. ന്യൂ ഓർലിയൻസ്, ഹ്യൂസ്റ്റൺ, മിയാമി തുടങ്ങിയ നഗരങ്ങൾ അവയുടെ താഴ്ന്ന ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ജലാശയങ്ങളുടെ സാമീപ്യവും അപകട സാധ്യത വിളിച്ചു വരുത്തുന്നവയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ത്വരഗതിയിലുള്ള ഫലങ്ങൾ കാരണം അമേരിക്ക ഈ പ്രകൃതി ദുരന്തങ്ങളെ കൂടുതലായി നേരിടുന്നുണ്ട്. ഉയർന്ന ആഗോള താപനില കൂടുതൽ തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങളിലേക്കാണ് അമേരിക്കയെ നയിക്കുന്നത്. ഇത് പലപ്പോഴും പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങളെയും പ്രതികരണ സംവിധാനങ്ങളെയും മുഴുവനായി തളർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. മനുഷ്യ ഘടകങ്ങളും നഗരവികസനവുമാണ് അമേരിക്കയെ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് പറയാവുന്നതാണ്. നഗരപ്രദേശങ്ങളുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയും അനുചിതമായ ഭൂവിനിയോഗ രീതികളും പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. US പല പ്രദേശങ്ങളും വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ, വന്യനഗര ഇന്റർഫേസുകൾ, തീരദേശ പ്രദേശങ്ങൾ തുടങ്ങിയ ദുരന്ത സാധ്യതയുള്ള മേഖലയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പ്രകൃതി ദുരന്തങ്ങൾ ഈ പ്രദേശങ്ങളെ ബാധിക്കുമ്പോൾ ഇത് മനുഷ്യ ജീവിതത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെയും അപകടത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. നഗരവ്യാപനവും കാട്ടുതീയുമാണ് ഇനി പറയുന്നത്. കാലിഫോർണിയയിൽ വൈൽഡ് ലാൻഡ് അർബൻ ഇന്റർഫേസ് എന്ന പ്രതിഭാസം വനങ്ങൾക്ക് സമീപമോ അതിനുള്ളിലെ വീടുകളോ കെട്ടിടങ്ങളോ നിർമ്മിക്കുന്ന പ്രദേശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വനപ്രദേശങ്ങളിലേക്കുള്ള ജനവാസ കേന്ദ്രങ്ങളുടെ സാമീപ്യം കാട്ടുതീ സാധ്യത വർദ്ധിപ്പിക്കുന്നവയാണ്. കൂടാതെ ഈ പ്രദേശങ്ങളിലെ മോശം നഗര ആസൂത്രണം പലപ്പോഴും അഗ്നിശമന സംവിധാനങ്ങൾക്കോ അടിയന്തര പ്രവേശന മാർഗങ്ങൾക്കോ പരിമിതികൾ നിർണ്ണയിക്കുകയും ചെയ്യുന്നുണ്ട്. വെള്ളപ്പൊക്കവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപകട സാധ്യതയെക്കുറിച്ച് ഇനി പറയാം. US പല നഗരങ്ങളിലും കാലാവസ്ഥ നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കാലഹരണപ്പെട്ടതും അപര്യാപ്തവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. വെള്ളപ്പൊക്കം, മലിനജല സംവിധാനങ്ങൾ, ഡ്രെയിനേജ് ശൃംഖലകൾ ഉണ്ടാക്കുന്നതിൽ പിഴവ് സംഭവിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് ന്യൂ ഓർലിയാൻസ് പോലുള്ള നഗരങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 2005 കത്രീന ചുഴലിക്കാറ്റ് മൂലമുണ്ടായ നാശം ലെവി സിസ്റ്റത്തിന്റെ പരാജയം മൂലമാണ് എന്ന് ഒരു ആക്ഷേപം വന്നിട്ടുണ്ടായിരുന്നു. സാങ്കേതിക പുരോഗതി ഉണ്ടായിരുന്നിട്ടും കാലപ്പഴക്കം ചെന്ന അടിസ്ഥാന സൗകര്യങ്ങളും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും കാരണം ഈ സംവിധാനങ്ങളിൽ പലതും ഇപ്പോഴും ദുർബലമായി തുടരുകയാണ്. ദുരന്ത നിവാരണത്തിലെ സാങ്കേതിക വെല്ലുവിളികളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. സാങ്കേതിക നവീകരണത്തിൽ US ലോകത്ത് തന്നെ ഒരു നേതാവാണെങ്കിലും പ്രകൃതി ദുരന്തങ്ങളെ പൂർണ്ണമായും ലഘൂകരിക്കാനുള്ള അതിൻ്റെ കഴിവിനെ നിരവധി വെല്ലുവിളികൾ പരിമിതപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം അതിൽ പ്രധാനപ്പെട്ടത് കാട്ടുതീ നിയന്ത്രണമാണ്. സാങ്കേതികമായി തീയുടെ സ്വഭാവം ട്രാക്ക് ചെയ്യുന്നതിനും അതിൻ്റെ വ്യാപനം പ്രവചിക്കുന്നതിനും ഉപഗ്രഹങ്ങൾ, ഡ്രോണുകൾ, AI എന്നിവ ഉപയോഗിച്ച് വിപുലമായ കാട്ടുതീ കണ്ടെത്തൽ സംവിധാനം US വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ നൂതന കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരുന്നിട്ടും കാട്ടുതീയെ ചെറുക്കുന്നതിന് ഇപ്പോഴും US വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ പരിമിതമായ
അമൂല്യമായ വിഭവങ്ങളുമായി ചേർന്ന് ചില കാട്ടുതീകളുടെ വ്യാപ്തി പലപ്പോഴും അഗ്നിശമന ശ്രമങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ചെയ്യുന്നത്. റിട്ടാർഡന്റുകൾ, ഫയർ ബ്രേക്കുകൾ പോലുള്ള അഗ്നിശമന സാങ്കേതിക വിദ്യകൾ ചില തീ നിയന്ത്രിക്കാൻ സഹായിക്കുന്നവയാണ്. പക്ഷേ വലിയ തോതിൽ നാശം തടയാൻ അവ എല്ലായ്പ്പോഴും പര്യാപ്തമാകണമെന്നില്ല. വെള്ളപ്പൊക്ക പ്രവചനമാണ് അടുത്ത കാര്യം. ഉപഗ്രഹങ്ങൾ, കാലാവസ്ഥാ കേന്ദ്രങ്ങൾ, ജലശാസ്ത്ര മോഡലുകൾ എന്നിവയിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിക്കുന്ന വെള്ളപ്പൊക്ക പ്രവചന സംവിധാനങ്ങളിൽ US നിക്ഷേപം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും വെള്ളപ്പൊക്കം കൃത്യമായി പ്രവചിക്കുന്നതും വെള്ളപ്പൊക്ക നിയന്ത്രണ നടപടികൾ രൂപകൽപ്പന ചെയ്യുന്നതും അവിശ്വസനീയമായ വിധം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. തീവ്രമായ മഴ കാരണം പെട്ടെന്ന് സംഭവിക്കുന്ന വെള്ളപ്പൊക്കങ്ങൾ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും പ്രവചനങ്ങളെയും മറികടന്നേക്കാം. മാത്രവുമല്ല, സമുദ്രനിരപ്പിലെ ഉയർച്ചയും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കനത്ത മഴയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തെ വളർന്നുവരുന്ന ഒരു വെല്ലുവിളിയാക്കി മാറ്റുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ലോകം മുഴുവൻ ഭരണം നടത്തിയിട്ടും പ്രകൃതിയെ ഭരിക്കാനോ അടക്കി നിർത്താനോ ലോക പോലീസിന് സാധിക്കില്ല എന്ന തിരിച്ചറിവ് കൂടിയാണ് അമേരിക്കയിലുണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങൾ നമ്മളോട് പറയുന്നത്. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയായാലും ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.